വി ടി ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് അതിപ്പോൾ നല്ല വൈറലായിരിക്കുകയാണ്. അതായത് ട്വിറ്ററിൽ അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ്. അതായത് ഈ ബീഡി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വി ടി ബൽറാമിന് ഇപ്പോൾ ബി ഡി ബൽറാം എന്നൊക്കെ പലരും വിളിക്കുന്നുണ്ട്. ഈ പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജി എസ് ടി 2.0 വന്നല്ലോ. ജി എസ് ടി ഈ പറയുന്ന സിൻ ഗുഡ്സ് എന്ന് പറയുന്ന അതായത് പാപ ടാക്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഈ പറയുന്ന മദ്യം, ലഹരി വസ്തുക്കൾ, പിന്നെ ഈ പറയുന്ന ചൂതാട്ട വിനോദങ്ങളുണ്ടല്ലോ, അത് ഈ ലോട്ടറി ഉൾപ്പെടെയുള്ള അതിനൊക്കെ 18% നിന്ന് 28% നിന്ന് 40% ടാക്സ് ഉയർത്തി. പക്ഷെ ബീഡിക്ക് മാത്രം അങ്ങനെ ടാക്സ് ഉയർത്തിയില്ല. അപ്പോൾ വി ടി ബൽറാം ഇതിൽ കണ്ട ഒരു ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ബീഹാറികളെ സോപ്പിടാൻ വേണ്ടി ചെയ്തതാണ് ബി ജെ പി സർക്കാർ. ബീഹാറിലുള്ളവരെല്ലാം ബീഡി വലിക്കാരാണ്, അപ്പോൾ അവരെ സോപ്പിടാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ബീഹാറികൾ വല്ലാതെ തരം താഴ്ത്തുന്ന ഒരു പ്രസ്താവനയായിപ്പോയി എന്ന് പറഞ്ഞ് ആദ്യം ഇതിന് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം വിമർശനങ്ങൾ വന്നത്. തേജസ്വി യാദവൊക്കെ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ കോൺഗ്രസ് അത് ഏറ്റുപിടിച്ചു. ഏറ്റവും ഒടുവിൽ ബി ജെ പി ഈ ഒരു സാധ്യത അതായത് ഇത് തള്ളിക്കളഞ്ഞില്ല. അതായത് ബി ജെ പിക്ക് കിട്ടിയെടുത്ത് ഉറുപ്പ് ചീട്ടാണല്ലോ, അവർ ഇതെടുത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോൾ ബീഹാറിൽ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ്. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടമൊക്കെ അവിടെ വളരെ ഫേമസ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കോൺഗ്രസ് ഇവിടെ ചെയ്ത് കൂട്ടുന്ന പല പല കാര്യങ്ങളും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അപ്പോൾ ഇവർക്ക് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് നേരെ പറയാനെന്ന് പറഞ്ഞുകൂടാ. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഗാന്ധിയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ മൊത്തത്തിൽ കൺഫ്യൂസ്ഡുമാണ്. പിന്നെ എന്തായാലും സുരേഷ് ഗോപി ഇവരെല്ലാം ഇപ്പോൾ ഇവിടുത്തെ ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ബീഹാറിൽ ഫേമസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഒരു കോൺഗ്രസ് ഇതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ കോൺഗ്രസ് IT സെല്ലിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിരുന്നു. അപ്പോൾ ഇത്രയും ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഒരു കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന പ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസിലെ ഒരു മുതിർന്ന പ്രവർത്തകനാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു പ്രവർത്തകരിൽ നിന്ന് വരാൻ പാടുള്ളതാണോ ഇത്? അദ്ദേഹം പൊതുവായിട്ട് മാപ്പ് പറയേണ്ടതല്ലേ ഈ ഒരു വിഷയത്തിൽ? ഈ വി ടി ബൽറാം എന്ന് പറയുന്ന വ്യക്തി കേരള നിയമസഭയിൽ MLA ആയിട്ട് ഇരുന്നിട്ടുള്ള ആളല്ലേ? ഒരു ടൈം ഇരുന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അദ്ദേഹം നിയമസഭയിൽ പോയിട്ടില്ലേ? നിയമസഭയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തുമോ എന്നെനിക്ക്, അല്ലെങ്കിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതായത് നിയമസഭയിലെ എല്ലാ വർഷവും നിയമസഭയിലെ കള്ളിന്റെ കെസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യമൊക്കെ വരാറുണ്ട്. ബലറാമിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, കള്ളിന് നികുതിയുണ്ടോ? കേരളത്തിലെ തെങ്ങ് ചെത്തി ഷാപ്പ് വഴി വിതരണം ചെയ്യുന്ന കള്ളിന് നികുതിയുണ്ടോ? എൻ്റെ അറിവിലില്ല. അതേസമയം ഗോവയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിദേശ മദ്യം എന്ന ആഭാസപൂർവ്വം നമ്മൾ പറയുന്ന ചക്കരവെള്ളം, അതിന് നികുതിയുണ്ട്. അതിൻ്റെ നികുതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടിക്കകത്ത് ഞെക്കി പിടിക്കും. പിന്നെ കേരള സർക്കാർ ഇഷ്ടമുള്ള തരത്തിലൊക്കെ നികുതി അതിനുണ്ട്. പക്ഷേ അപ്പോൾ കള്ളിന് നികുതിയില്ല. അതുപോലെ തെങ്ങും തേങ്ങയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കയറിന്റെ നികുതി ഉണ്ടായിരുന്നോ? കയറിന് നികുതി ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയുടെ നികുതി എത്രയായിരുന്നു? അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗ്രൗണ്ട് ഫാക്ട്സ് ഒന്നും അറിയുകയില്ല. അദ്ദേഹം എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഫേസ്ബുക്കിലുള്ള രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഷൈൻ ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേ ബേസിക് പൊളിറ്റിക്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ചളവിള പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ പ്രാദേശികമായിട്ട് തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് അതിന് നികുതി ഇളവ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ബീഹാറില് കെന്തു ലീവ്സ് അല്ലെങ്കിൽ ബീഡി ഇല കൃഷിയുണ്ട്. അത് ബീഡി വലിക്കാരായതുകൊണ്ടല്ല, മാത്രമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഡി വലിക്കാരുണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൽ ദിനേശ് ബീഡി എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെ ഉണ്ടായിരുന്നു. അവര് പുതിയ ഒരു കാലഘട്ടത്തിൽ അത് നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ദിനേശ് ബീഡിക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഡിമാൻഡും ഉണ്ടായിരുന്ന ഒരു ബീഡിയാണ്. ഈ പറയുന്ന ബീഡി ഇലയ്ക്ക് അല്ലെങ്കിൽ ബീഡിക്ക് അവര് നികുതി കൂട്ടിയില്ലെങ്കിൽ
ആ സർക്കാർ ചെയ്തതെന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം, അതൊക്കെ എന്ന് പറയുന്നത് വളരെ നാമമാത്ര കർഷകരും, അതായത് നമ്മളുടെ കുരുമുളക് കൃഷിക്കാർ, കുരുമുളക് തോട്ടമുള്ളവരല്ല, കുരുമുളക് കൃഷിക്കാരുണ്ട്. ഇപ്പം മാണി സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുരുമുളക് കൃഷിക്കും റബ്ബറിനും ഒക്കെ വേണ്ടി വാദിച്ച വാദങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ചെവിയിൽ കിടപ്പുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അതിൽ നിന്ന് അദ്ദേഹത്തിന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഈ പ്രാദേശികമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളുടെ ഇവിടുത്തെ ചെറുകിട കുരുമുളക് ഏലം കർഷകരെ പോലെ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം കർഷകർ ബീഹാറിലുണ്ട്. ആ കർഷകർക്ക് സഹായകരമായ രീതിയിൽ ഏർപ്പെടുത്തിയില്ല എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു കടുത്ത ജനദ്രോഹിയായിട്ട് വേണം അദ്ദേഹത്തിനെ കണക്കാക്കേണ്ടത്. കാരണം വളരെ വളരെ താഴ്ന്ന, അതായത് മധ്യവർഗത്തിനേക്കാട്ടിൽ, കേരളത്തിലെ മധ്യവർഗം എന്നല്ല, കേരളത്തിലെ മധ്യവർഗത്തിനും താഴെയുള്ളവരെക്കാട്ടിലും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ ബീഹാറിലുണ്ട്. അവരെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ചിലപ്പോൾ 2 കിലോ 3 കിലോ ബീഡിയില പരിച്ച് ആണ് അവര് എന്താണ് മാർക്കറ്റിൽ മാണ്ടിയിൽ കൊണ്ടുപോയി വിറ്റൊക്കെയാണ് പലരും ജീവിക്കുന്നത്. അതിന്റെ പുറത്ത് വൻകിട നികുതി ചുമത്താത്തതൊരു പാപമായി പോയി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മനസ്സെന്താണ്? എത്ര രാക്ഷസീയമാണ് ഈ വി.ടി. ബൽറാമിന്റെ മനസ്സ്! അത് പിന്നീട് അത് ഇവര് BJP അതിനെ ഉപയോഗിക്കും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ പറയുന്ന തൊട്ടടുത്ത ജാർഖണ്ഡിലൊക്കെ മൗവ എന്ന് പറയുന്ന ഒരു പൂവുണ്ട്, അതിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്നുണ്ട്. അതിന് 0 ടാക്സ് ആണ്. ഒറീസയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ അകത്തെ വസ്തുത എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഇദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയത്തില്ല, ഇദ്ദേഹത്തിന് അറിയാവുന്ന സാധാരണ ജനങ്ങളെ അറിയില്ല, ഇന്ത്യയുടെ പലവിധ പരിതസ്ഥിതികളെ പറ്റി അറിയില്ല. അറിയാവുന്ന ഏക കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത്തരം തള്ളുക എന്നുള്ളതാണ്. തള്ളി അവസാനം അദ്ദേഹം പുറത്തായതായിട്ടാണ് ഇപ്പം വിജയ് പറയുന്നത്. അതായത് IT സെല്ലിൽ നിന്നും രാജിവെച്ചു എന്നുള്ളത്. ഇത് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ത്യ മൊത്തം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം നികുതി ഏറ്റവും കുറച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതായത് കോണ്ടംസ്. അത് ഇന്ത്യയിലെ കുടുംബാസൂത്രണത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമായിട്ട് അത് ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗർഭനിരോധന ഉറകളെല്ലാം 0% ടാക്സിലാണ് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ എത്ര ടാക്സ് ഞാൻ നോക്കിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് വി.ടി. ബൽറാമും മറ്റും മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ഉദ്ദേശത്തിലാണ് ഒരു പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്, ആ പ്രോഡക്റ്റിന്റെ വിൽപ്പനയുടെ സാധ്യതയും മറ്റും നോക്കിയിട്ട് വേണം അതിനെ വിമർശിക്കാൻ. അല്ലാതെ കാണുന്ന എല്ലാ സാധനത്തിനും ഇപ്പം ഇദ്ദേഹം പറയട്ടെ, ഇപ്പൊ ഇതുപോലെ ക്യാൻസർ മരുന്നുകളുടെ ടാക്സ് കൂട്ടണം, അല്ലെങ്കിൽ പ്രഷറിനുള്ള മരുന്നിന്റെയും ഡയബറ്റിക് മരുന്നിന്റെയൊക്കെ ടാക്സ് കൂട്ടണതിന്റെ വിലയൊന്നും ഇത് പോരാ എന്നെന്താണ് അദ്ദേഹം പറയാത്തത്? അപ്പം ആ വിധത്തിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥയെ കാണാനുള്ള കഴിവില്ലാത്ത ഇത്തരം മുൻ MLA-മാർ ഇല്ലാതിരിക്കുന്നതാണ്, അതായത് ഇനി തിരിച്ച് സഭയിലേക്ക് വരാതിരിക്കുന്നതാണ് കേരള നിയമസഭയുടെയെങ്കിലും സൗഭാഗ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.